ഹായ്, ഐ എം ആയിഷ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് 30 രൂപക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ബാൻഡ് ഉണ്ടാക്കി നോക്കിയാലോ. ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. ഞാനിവിടെ 5mm ഒരു മെറ്റൽ ഹെയർ ബാൻഡും പിന്നെ 1 ഇഞ്ചിൽ വരുന്നൊരു സാറ്റിൻ റിബണും പിന്നെ ഒരു 1 ഇഞ്ചിൽ സ്റ്റോൺ ഷീറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഫസ്റ്റ് 23 സെൻറ്റിമീറ്ററിൽ റിബൺ കട്ട് ചെയ്യുന്നു. പിന്നെ 21 സെൻറ്റിമീറ്റർ, 19 സെൻറ്റിമീറ്റർ, അങ്ങനെ 11 സെൻറ്റിമീറ്റർ വരെ 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ഇട്ടിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. 11 സെൻറ്റിമീറ്റർ വരെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് 7 പീസസ് കിട്ടും. അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് കട്ട് ചെയ്താൽ മതി. 2 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് ഇട്ട് 7 പീസസ് ആക്കി നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. 23 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്തത് എടുക്കാം. എന്നിട്ട് പകുതിയാക്കി ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്യുമ്പോൾ മുഴുവനായിട്ട് ഫോൾഡ് ചെയ്യരുത്. അതിൻ്റെ ഒരു അറ്റം മാത്രം ഇതുപോലെ ഫോൾഡ് ചെയ്യുക കേട്ടോ. ഇനി റിബണിൻ്റെ 2 അറ്റവും നമുക്ക് ഗ്ലൂ തേച്ച് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. ഒട്ടിക്കുമ്പോൾ ഒരിക്കലും സെൻറ്ററിൽ പോയി ഒട്ടിക്കരുത്. സെൻറ്ററിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ സ്ക്രീനിൽ ഞാൻ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. പിന്നെ നമ്മളിത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗ്ലൂ ഈ 8000 എന്ന് പറയുന്ന ഗ്ലൂ ആണ് കേട്ടോ. ഇത് B7000-നേക്കാളും കുറച്ചും കൂടി ബെറ്ററാണ്. പെട്ടെന്ന് ഒട്ടുന്നുണ്ട് കേട്ടോ. ഇതുപോലെ 2 അറ്റവും ഗ്ലൂ തേച്ച് നന്നായി ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 7 പീസസും നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ നമ്മൾ 7 ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞത് 7 സ്ക്രീനിൽ 9 കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. 7 മതി കേട്ടോ. 2 ഞാൻ എക്സ്ട്രാ എടുത്തു പോയി. അപ്പോൾ 2 ആവശ്യമില്ല. 2 നിങ്ങൾ എടുക്കണ്ട കേട്ടോ. 7 മാത്രം മതി. ഇതുപോലെ നമ്മൾ 23 സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ചില്ലേ, അതിൻ്റെ മുകളിൽ സെൻറ്ററിലായിട്ട് നമ്മൾ ഗ്ലൂ തേച്ച് കൊടുക്കുക. എന്നിട്ട് 21 സെൻറ്റിമീറ്ററിൽ നമ്മൾ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടുണ്ടല്ലോ, അത് അതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 7 ഇതുപോലെ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. 7 പീസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ 2 സൈഡും ലെയർ പോലെ കിട്ടും. ഇനി നമുക്കിത് ഹെയർബെല്ലിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും സെൻറ്ററിൽ പോയിട്ട് ഒട്ടിച്ച് കൊടുക്കരുത്. സൈഡിലാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കണം. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സെൻറ്റർ സ്റ്റോൺ ഉണ്ടല്ലോ, അത് റിബണിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. ഇതാണ് ഹെയർബാൻഡിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർബാൻഡാണ് ഇത്. സെയിലിങ്ങിനാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 30-35 രൂപക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർബാൻഡാണ്. അപ്പോൾ അത് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇനിയും വരുന്നതായിരിക്കും. ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.